വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ആയിരുന്നു. ഫ്രീ കോഴ്സിൻ്റെ കിറ്റാണ് കാണിച്ചിരുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹെയർ ആക്സസറീസിൻ്റെ ഫ്രീ കോഴ്സിൻ്റെ കിറ്റാണ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ സാറ്റിൻ ഹെയർ ബാൻഡ് 5 എണ്ണം, മെറ്റൽ ബാൻഡ് 2 എണ്ണം, വയർ ബാൻഡ് 5 എണ്ണം. ഈ വയർ ബാൻഡ് നിങ്ങൾക്ക് സിൽവർ കളറും ഇത് മിക്സ് ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ വയ്ക്കുക. പിന്നെ വരുന്നത് ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും 1 മീറ്റർ. പിന്നെ വരുന്നത് നമ്മുടെ ബീഡ്സ് നമ്മളൊരു ടോട്ടൽ ഒരു 200 ഗ്രാം ബീഡ്സാണ് വിൽക്കുക. അത് ചിലപ്പോൾ 10 ഗ്രാം 15 ഗ്രാം വീതം, അതല്ലെങ്കിൽ 20 ഗ്രാം 25, അത് നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും വിൽക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ലെറ്റർ ബീഡ്സും വൈറ്റ് ബീഡ്സും എന്തായാലും അതിലുണ്ടാകും. പിന്നെ ക്രിസ്റ്റൽ ബീഡ്സും ഉണ്ടാവും. ക്രിസ്റ്റൽ ബീഡ്സും ലെറ്റർ ബീഡ്സും വൈറ്റ് ബീഡ്സും ഇത് നമുക്ക് എന്തായാലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. 250 ഗ്രാമാണ് നമ്മുടെ ബീഡ്സ് വരുന്നത്. ഈ ഐറ്റംസ് ലെറ്റർ ബീഡ് ഇത് തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അതേപോലെ ഈ വൈറ്റ് ബീഡ്, ഇത്രയും ഐറ്റംസ് ഇതിലെന്തായാലും ഇത് തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള ബീഡ്സ് നമ്മൾ നോക്കിയിട്ടാണ് വെക്കുക. അത് നമ്മുടെ ഏതൊക്കെ ബീഡ്സ് ആണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും നമ്മൾ വെച്ച് തരിക. ഓക്കെ, അതിൻ്റെ ചിലപ്പോൾ 10 ഗ്രാം 15 ഗ്രാം അങ്ങനെ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടി, ബീഡ്സിൻ്റെ ടൈപ്പ് ഓഫ് ബീഡ്സ് കൂട്ടി നമ്മൾ വെക്കും. ഇപ്പോൾ നമ്മൾ 200 ഗ്രാം ബീഡ്സ് 150 ഗ്രാം ഇത് കഴിഞ്ഞിട്ട് ബാക്കി 150 ഗ്രാം ബീഡ്സൊക്കെ വെക്കുമ്പോൾ ഇതിൽ നമുക്ക് ചിലപ്പോൾ 25 ഗ്രാം വെക്കാൻ തികയുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ അപ്പോൾ നമ്മൾ 20 ഗ്രാമോ 10 ഗ്രാമോ ഒക്കെ വെച്ചിട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ 25 ഗ്രാമിൻ്റെ ഒരേ പാക്കറ്റാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ബീഡ്സ് ഉണ്ടാവും. ഈ ഒരു 250 ഗ്രാം അളവിൽ ബീഡ്സ് നിങ്ങൾക്കുണ്ടാവും. അത് ഈ 4 എണ്ണം എന്തായാലും വിൽക്കും. ബാക്കിയുള്ളത് ടൈപ്പ് ഓഫ് ബീഡ്സ് നോക്കിയിട്ട് എത്ര ടൈപ്പ് വെക്കാൻ പറ്റുമോ അത് നമ്മൾ വിൽക്കും. എന്തായാലും ഒരു നമ്മുടെ കയ്യിൽ ഏറ്റവും നന്നായിട്ടുള്ള ബീഡ്സുകൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാൻ ശ്രമിക്കാം. ഇതിപ്പോൾ 25 ഗ്രാം വീതമാണ്, അത് ചിലപ്പോൾ 15 ഗ്രാം വീതം വെച്ചോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ബീഡ്സുകളുടെ ടൈപ്പ് ഓഫ് ബീഡ്സുകൾ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു 6 കളേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അത് 6 എന്നുള്ളത് 8 തരാവാം, ചിലപ്പോൾ 10 ടൈപ്പ് ആവാം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായ 10 ഫോം ഫ്ലവേഴ്സാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് 2 കളറായിട്ടോ 3 കളറായിട്ടോ നിങ്ങൾക്ക് വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ വെക്കുന്നത് ഈ ഒരു ടൈപ്പ് ഒരു ബഞ്ച് ഫോം ഫ്ലവർ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ റെഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ യെല്ലോ. ഈ 2 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെക്കും. പിന്നെ നമ്മൾ വെക്കുന്നത് ഈ ഒരു പോളൻ ഗോൾഡോ അല്ലെങ്കിൽ സിൽവർ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പിന്നെ വരുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഹെയർ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള റേറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് ഏതാണോ അതായിരിക്കും നമ്മൾ വെച്ച് തരിക. ഹെയർ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാൻ നല്ല റേറ്റാണ്. അതുപോലെ നമുക്ക് ടിയാരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെറിയ ബീഡ്സ് ഇതേപോലെ ഒരു ബഞ്ചായിരിക്കും ഉണ്ടാവുക. ഇലാസ്റ്റിക് ത്രെഡ് ഉണ്ടാവും, ഗിയർ വയർ ഉണ്ടാവും, മെമ്മറി വയർ, പിന്നെ ഇതേപോലത്തെ ബാംഗിൾസ് ഒരു 6 എണ്ണം, B7000ൻ്റെ ഗ്ലൂ, സെൻറ്റർ ക്ലിപ്പ് ഉണ്ടാവും 2 എണ്ണം, സ്റ്റോൺ ചെയിൻ 1 മീറ്റർ വെച്ചിട്ടുണ്ടാവും സ്റ്റോൺ ചെയിൻ. പിന്നെ വരുന്നത് തീരെ നമ്മുടെ ഗ്ലിറ്റർ ഒന്നും പോകാത്ത ടൈപ്പ് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ്, ചങ്കി ഗ്ലിറ്റർ ഷീറ്റ്. ഇതിൻ്റെ ഗ്ലിറ്റർ ഒന്നും തീരെ പോകില്ല. ഇത് നല്ല ക്വാളിറ്റി ടൈപ്പാണ്. ഇതാ ഒരു സ്റ്റാർ അങ്ങനെയുള്ള ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റാണ് ഇത്. നമ്മൾ ഈ A4 സൈസിൽ ഇതാ അത്യാവശ്യം വലിയൊരു സൈസാണ് ഇത് വെക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു സിൽവറിൻ്റെ ലേസ്, പിന്നെ നൈലോൺ ബാൻഡ് 1 എണ്ണം വെക്കുന്നുണ്ട്. പിന്നെ ഇത് വെക്കുന്നത് ഇതുപോലെയുള്ള ബ്ലാക്ക് കളറിലുള്ള ബാൻഡുകൾ. പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് 6 എണ്ണം. പിന്നെ ഉള്ളത് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചൊക്കെ കൊടുക്കണമെങ്കിൽ, ഹെയർ ബാൻഡിൻ്റെ അടിയിലൊക്കെ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫെൽറ്റ് ഷീറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ ബീഡ്സൊക്കെ വെച്ച് സ്റ്റഡ്, കമ്മലുകൾ, ഇയറിങ്ങുകൾ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയുള്ള സ്റ്റഡ് 2 ജോഡി വെച്ചിട്ടുണ്ടാവും. അതേപോലെ ആ ക്വസ്റ്റ്യൻ മാർക്ക് പോലെയുള്ള
ഇയറിംഗ് ബേസില്ലേ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതേപോലെ ലോക്കറ്റ് ഇതേപോലത്തെ ചാംസ് ഒരെണ്ണം വെച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ബീഡ്സൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മാലയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള എസ് ഹുക്കുകൾ, കൈച്ചേന് മാലയൊക്കെ ചെയ്യുമ്പോൾ വയ്ക്കാൻ പറ്റിയ എസ് ഹുക്ക്. പിന്നെ ഓർഗൻസ റിബൺ 2 മീറ്റർ. പിന്നെ കങ്കൺ ലേസ് വെച്ചിട്ടുള്ള ഐറ്റം നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരിക്കും നമ്മുടെ കിറ്റിലുണ്ടാവുക. 1000 രൂപയാണ് നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. 1000 രൂപ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ചങ്കി ഷീറ്റിനും അതേപോലെ ഈ ഒരു ഫ്ലവറിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം. അപ്പോൾ ആവശ്യക്കാർ ഈ ഒരു കിറ്റ് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 1000 രൂപയാണ്. 1000 രൂപ നിങ്ങൾ പേ ചെയ്തിട്ട് ഫ്രീ കോഴ്സിലേക്ക് ജോയിൻ ആവുക. പരമാവധി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.